ഹലോ, കഴിഞ്ഞ ആൽഫ ബ്യൂട്ടിന്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫുൾ സ്കിൻ കെയർ റൂട്ടീൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. സോ ഇന്നത്തെ വീഡിയോ എന്റെ ഫേസിലെ പിഗ്മെന്റേഷനും ഡ്രൈനസും ഡൾനെസ്സും ഒക്കെ മാറ്റാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ ആണ്. ഈ ഫോട്ടോസിൽ കാണിക്കുന്ന ജസ്റ്റ് 1 മന്ത് മാത്രം ഞാൻ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ആണ്. എനിക്ക് പ്രസന്റ് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. മോർണിംഗ് റൂട്ടീൻ തുടങ്ങുന്നത് സിമ്പിളിന്റെ ഫേസ് വാഷ് വെച്ചാണ്. ഇതിൽ ഹാഷ് കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്മെല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിൻ ഒട്ടും ഡ്രൈ ആക്കാതെ ക്ലീൻ ആക്കും. ബോട്ടിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും എന്റെ ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്ത് മുഖത്ത് ചെറിയ ഈർപ്പം ഉള്ളപ്പോൾ തന്നെ മിനിമലിസ്റ്റിന്റെ ആൽഫ ബ്യൂട്ടി 2% പ്ലസ് ഹൈലറോണിക് ആസിഡ് സെറം ഒരു 3-4 ഡ്രോപ്പ് എടുത്ത് മുഖത്തും കഴുത്തിലും ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്യും. ഇത് പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ജെന്റിൽ ആയിട്ടൊന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള സെറമാണ്. പിന്നെ സൈഡ് എഫക്റ്റും കുറവാണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറമാണ്. സെറം ഒന്ന് അബ്സോർബ് ആയ ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഞാൻ സിംപ്ലിന്റെ തന്നെ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ അധികം ഓയിലി ആക്കാതെയും പിന്നെ ഒട്ടുപിടിക്കാതെയൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. മോയ്സ്ചറൈസർ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മെയിൻ സ്റ്റെപ്പ് ആയിട്ടുള്ളത് സൺസ്ക്രീൻ ആണ്. അത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള സെറം അപ്ലൈ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സെറമൈഡും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ഫേസ് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാനാണ് ട്യൂബിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺസ്ക്രീൻ ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് അളവിൽ മാത്രമേ പുറത്താളുന്നേ ഉള്ളൂ. ഇത്രയാണ് എന്റെ മോർണിംഗ് റൂട്ടീൻ. ഇനി നൈറ്റ് റൂട്ടീൻ പറയാം. ഇതൊരു അടിപൊളി ഐറ്റമാണ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ഐറ്റമാണ്. മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് 8% സെറം. ഞാൻ നേരത്തെ ആൽഫ ബ്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒപ്പം ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടിയത്. വീക്ക്ലി ട്വൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തിങ്കളും വ്യാഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫേസ് വാഷ് ചെയ്ത് ഫേസ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. കുറച്ച് കയ്യിലോ പഞ്ഞിലോ എടുത്ത് ഫേസിലും കഴുത്തിലും ഡാബ് ചെയ്യും. പിന്നെ ഡ്രൈ ആയ ശേഷം മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ ഇത് ഫേസിലും കഴുത്തിലും മാത്രമല്ല ബോഡിയിൽ ഡാർക്ക്നെസ് ഉള്ള കൈയിന്റെയും കാലിന്റെ മുട്ടിലും പിന്നെ അൺട്രാംസിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് ഒക്കെ കുറയ്ക്കും. പിന്നെ സ്കിന്നിന്റെ ഒരു ഡ്രൈയും റഫ്നെസ്സും ഒക്കെ മാറാനും ചെറിയ കുരുക്കളൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് അധികം യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നീറ്റൽ ഉണ്ടാവും. അത് പെട്ടെന്ന് മാറും. കൂടുതൽ നേരം നീറ്റിലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയണം. പിന്നെ യൂസ് ചെയ്യരുത്. രാത്രി മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. രാത്രി യൂസ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ ആദ്യം വീക്ക്ലി വൺസ് യൂസ് ചെയ്ത് തുടങ്ങി സ്കിന്നിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാം. പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. ഡ്രൈ സ്കിൻ ഉള്ളവർ 1 or 2 വീക്ക്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓയിലി സ്കിൻ ആണെങ്കിൽ വീക്ക്ലി ഒരു 3 times ഒക്കെ യൂസ് ചെയ്യാം. എന്നാലും ഒരു 2 ആഴ്ചയൊക്കെ വീക്ക്ലി വൺസ് യൂസ് ചെയ്തിട്ട് പിന്നെ കൂട്ടി കൊണ്ടുവരുന്നതാണ് നല്ലത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയം വേറെ സ്ട്രോങ് ആയിട്ടുള്ള റെറ്റിനോളോ സാലിസിലിക് ആസിഡോ ലാക്റ്റിക് ആസിഡോ ഒന്നും യൂസ് ചെയ്യരുത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർ ഇപ്പോൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡും യൂസ് ചെയ്താൽ ഫേസ് ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ആയിട്ട് ചോക്കാനും എരിച്ചിലൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഇല്ലാത്ത സാധാ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ബാക്കിയുള്ള 5 ദിവസങ്ങളിൽ നൈറ്റിൽ മിനിമലിസ്റ്റിന്റെ 5% നിയാസിനമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ചെയ്ത ശേഷം ചെറുതായിട്ടൊരു നനവുള്ള ഫേസിലാണ് നിയാസിനമൈഡ് സെറം പുരട്ടുന്നത്. സെറം പുരട്ടി ഡ്രൈ ആയ ശേഷം മോയ്സ്ചറൈസർ പുരട്ടും. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ 5% യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഒരു 10% ഒക്കെ യൂസ് ചെയ്യാം. നിയാസിനമൈഡ് സ്കിൻ ബാരിയർ സ്ട്രോങ് ആക്കും. പിന്നെ ഹൈഡ്രേഷൻ നിലനിർത്താനും പിന്നെ ഡാർക്ക് സ്പോട്ടും ഡൾനെസ്സും ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്. ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും. പിന്നെ ഓപ്പൺ പോർസ് മിനിമൈസ് ചെയ്യും. ആഗ്നി കുറയ്ക്കാനും ഒക്കെ ഇതും ഹെൽപ്പ് ചെയ്യും. പിന്നെ ലിക്വിഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിന്റെ SPF-ന്റെ ലിപ് ബാം ആണ്. മോർണിംഗ് യൂസ് ചെയ്യും. ഇത് ഡ്രൈനസ് ഒക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനും പിന്നെ പിഗ്മെന്റേഷൻ മാറ്റാനും പിന്നെ സൺടാൻ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നൈറ്റിൽ ഞാനൊരു ഹോം മെയ്ഡ് ലിപ് ബാം ആണ് മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വീക്ക്ലി ട്വൈസ് പിന്നെ സ്ക്രബ് ചെയ്യും. തേനും ഷുഗറും ഒക്കെ യൂസ് ചെയ്തിട്ട് ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യും. സോ ഇതാണ് എൻ്റെ ടോട്ടൽ ഉള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് യുണീക്ക് ആണ്. എനിക്ക് സെറ്റ് ആയത് സെറംസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപോലെ സെറ്റ് ആണോന്നില്ല. സോ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന മുമ്പ് പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് കമന്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം. എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.